ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ സൗദിയിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ എൻട്രിക്ക് വന്ന ഒരുപാട് വിസക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ വിസ റിന്യൂ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നവരുണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ പോകുന്നവരൊക്കെ ഉണ്ട്. പിന്നെ പുതുക്കാൻ പോകുന്നവർക്കുള്ള ഡൗട്ടാണ്, ഒരുപാട് എക്സ്പെൻസീവ് ആണല്ലോ, അപ്പോൾ അതിലും നല്ലത് നാട്ടിലേക്ക് പോകുന്നതല്ലേ, എങ്ങനെ പുതുക്കാൻ പറ്റും? ഇപ്പോൾ ജിദ്ദയിലുള്ളവരായാലും റിയാദിലുള്ളവരായാലും കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മദൈൻ ഷുഐബ് അതുപോലെയുള്ള കുറച്ച് ചരിത്ര ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടായിന്, അപ്പോൾ അതും കൂടി ഈ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ സൗദിയിൽ ഫാമിലി മൾട്ടിപ്പിൾ വിസക്ക് വന്നവരോട് പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ 3 months കൂടുമ്പോൾ സാധാരണ ഇവിടുന്ന് തന്നെ റിന്യൂ ചെയ്തിരുന്ന വിസ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവരെ പുതിയ നിയമം നമ്മൾ പുറത്ത് പോയിട്ട് വരിക എന്നുള്ളതാണ്. ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിസ പുതുങ്ങുന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണത്. അപ്പോൾ ഇവിടത്തേക്ക് പോവും, അവിടെ പോയാലാണ് എക്സ്പെൻസീവ് കുറവ്, അതല്ലെങ്കിൽ ഒരുപാട് പിന്നെ പോകാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം ജോർദാൻ അതല്ലെങ്കിൽ ബഹ്റൈനൊക്കെയാണ്. അപ്പോൾ ബഹ്റൈൻ ഇപ്പം കുറേ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആക്കി ഓണറേബിൾ വിസയൊക്കെ നിർത്തലാക്കിയതുകൊണ്ട് ഇപ്പോൾ ജിദ്ദയിലൊക്കെ ഉള്ളവരധികവും ജോർദാനിൽ തന്നെയാണ് തോന്നും പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളൊരു 2 മണിക്കാണ് ഇവിടുന്ന് ജോർദാനിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുക. അങ്ങനെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ പാസ്പോർട്ട് നമ്മൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. ഇപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു സാവധാനം എത്താവുന്നുള്ള ഒരു ഇതിൻ്റെ അടുത്താണ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടെ വേറെയും നമുക്കറിയുന്ന 2 ഫാമിലി കൂടി ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബോറടിക്കില്ല, മാറി ഡ്രൈവൊക്കെ ചെയ്തിട്ട് ജോളിയായിട്ട് പോകാമെന്നുള്ള ഇതിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ കൂടെ വരുന്ന വേറൊരു ഫാമിലീനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാട്ടോ ഇറങ്ങുന്നത്. അതുകൊണ്ട് വേറെ നമ്മൾ ഫുഡും ഇതൊന്നും എടുക്കുന്നില്ല, ഉണ്ടാക്കി എടുക്കുന്നൊന്നുമില്ല. പിന്നെ മക്കളുള്ളതുകൊണ്ട് കുറച്ച് ചിപ്സ് മിഠായി അങ്ങനത്തെ ഐറ്റംസൊക്കെ കരുതിയിട്ടുണ്ട്. പിന്നെ വേറെ അങ്ങനെ കാര്യമായിട്ട് എടുക്കാനൊന്നുമില്ല. ഡ്രസ്സ് പിന്നെ മോൻ്റെ സൈക്കിളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് വെറുതെ ഒന്ന് കുട്ടികൾക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ പോകേണ്ട കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് വിടാൻ നോക്കുന്ന കേട്ടോ. വേറൊരു ഫാമിലിനെയും കൂടി പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് പോകാൻ നോക്കലാണ്. ഇനി ഇതാണ് ആ വീഡിയോ എടുക്കുന്നത്. നമ്മളൊരു സുബഹിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. മക്കൾക്കെല്ലാം ഒരേ യാത്ര തന്നെ ആകുമ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ കുട്ടികളെല്ലാം ഒന്ന് ഇറക്കി അവരെല്ലാം ഒന്ന് ഓക്കെ ആക്കി. അപ്പോൾ ഇതാ നമ്മൾ പിന്നെയും ഡ്രൈവ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഫാമിലിനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇവിടുന്ന് ജിദ്ദയിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. നമുക്കൊരു 10-12 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യാനുണ്ട്. 1400 കിലോമീറ്ററാണെന്ന് തോന്നിയിട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാനിരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഷെമീർക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇതാ ടൈം ഒരു 8 മണി 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചായ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിതാ നമുക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. മക്കളും അവരൊക്കെ ഇതാ അങ്ങനെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും സാൻഡ്വിച്ച് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയാണ് അവിടുത്തെ ഒരു സാൻഡ്വിച്ച്. പിന്നെ മോനിക്ക് ഇതാ ഫ്രഞ്ച് ഫ്രൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിന്.
അപ്പോൾ ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ച എല്ലാ ഐറ്റംസും അടിപൊളിയാണ് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ സാൻഡ്വിച്ചും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് മാഷാഅല്ലാ. ഇനി ഇതാ നമ്മൾ അങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ പോകുന്ന വഴിക്കൊരു ബീച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ സന്തോഷമൊന്നും പറയണ്ടേനു, കാരണം മക്കൾക്ക് ഇങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്ന് പോകുമ്പോൾ ഭയങ്കര ബോറടിക്കൂലേ. അപ്പോൾ അവരെല്ലാം ഒന്ന് ഇറക്കിയിട്ട് നല്ല സന്തോഷത്തിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ടൈം എന്തായാലും ഇവിടെ തന്നെ ഉണ്ടായിന് കേട്ടോ. അങ്ങനെ എല്ലാവരും ബീച്ചിൽ ഇറങ്ങിയില്ല, മക്കൾ മാത്രമൊന്നുമല്ല, മക്കൾ ഇറങ്ങുന്ന കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഇറങ്ങി. ഡ്രസ്സും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. മക്കൾ നല്ലോണം എൻജോയ് ചെയ്തിന്. ഇവിടെ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ നമ്മൾ കുറേ ടൈം ഇവിടെ തന്നെ ആയിപ്പോയി കേട്ടോ. കുറേ സമയം ഇവരെ കളിയെല്ലാം കണ്ടിട്ട് പിന്നെ കുറേ കളിച്ച് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ കുറേ ടൈം ഒന്ന് അവിടെയൊക്കെ നിന്നിട്ടാണ് പോയേ. ഇറക്കിയിട്ട് നോക്കുമ്പോൾ പിന്നെ മക്കൾക്ക് ഇരുന്നില്ല കേട്ടോ. അവർ പിന്നെ എൻ്റെ മക്കളെയൊന്നും പറയണ്ട, വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നോക്കുമ്പോൾ ഒന്നും നോക്കാണ്ട് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. മക്കൾക്ക് കുറേ ആളുള്ളതുകൊണ്ട് പിന്നെ അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും രണ്ട് മക്കളേനും നമുക്ക് 3 ഫാമിലിക്കും 6 ആളുണ്ടായിന്. അപ്പം അവർ നല്ലോണം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ബീച്ചിൽ നിന്ന് എങ്ങനെയല്ലോ കയറ്റിയിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ഒട്ടകത്തിനെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പിക്കും വീഡിയോസെല്ലാം എടുത്തിട്ട് പിന്നെ അവിടുന്ന് കയറി. ഇനി നേരെ ഇതാ നമ്മളൊരു ഉച്ചെല്ലാം കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് അടിക്കാൻ വേണ്ടി കയറലാന്ന്. റൂമിൽ നിന്ന് സൈക്കിളെല്ലാം എടുത്തിട്ട് വന്നതുകൊണ്ട് തന്നെ എൻ്റെ മോനിക്ക് ഹോട്ടലില്ല കേട്ടോ, ഓടിക്കാൻ വേണ്ടി സ്ഥലം കിട്ടീന്. അപ്പോൾ സൈക്കിൾ ഓടിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന്. പിന്നെ ആരും ഉണ്ടായിട്ടൊന്നുമില്ല, ടൈമെല്ലാം കുറേ ആയല്ലോ. പിന്നെ നമ്മൾ കയറിയ ഹോട്ടൽ അടിപൊളിയാണ് കേട്ടോ. നല്ല ഫുഡും കാര്യങ്ങളേനും അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസേനും അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു പഴയ ലുക്ക് വരുന്ന ഒരു ഹോട്ടലേനും. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അൽഫാമും അതുപോലെ മന്തി റൈസുമാണ്. പിന്നെ ഈ വീഡിയോ എല്ലാം എനിക്ക് മാസി എടുത്തു തന്നതായിട്ടാ. മാസി എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ മോനാണ്. അപ്പോൾ ഓൻ എടുത്തു തന്നതായിട്ടാ ഈ വീഡിയോസ് എല്ലാം. മാഷാഅല്ലാ, നമ്മളെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ വലിയൊരു ടാസ്കിലേക്ക് കടന്നിട്ടുണ്ട്. എൻ്റെ മോനിക്കുള്ള ഫുഡ് കൊടുക്കലാന്ന് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നിസ്കാരവും അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നത്. പിന്നെ അങ്ങോട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ജോർദാൻ്റെ ബോർഡറിൽ എത്താനായപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. അത്ര വരെ നല്ലോണം കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ ഇതാ നമ്മൾ ജോർദാൻ്റെ ബോർഡർ എത്താനായിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വന്നതെന്ന് വിചാരിച്ചാൽ ജിദ്ദയിൽ നിന്ന് വരുമ്പം തന്നെ നമ്മൾ ജോർദാൻ ബോർഡറിലുള്ള ടാക്സിക്കാരോട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. നമ്മളെ മുമ്പേ പോയുള്ള ആൾക്കാരോട് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവരെ വിളിച്ചിട്ട് ഇവിടെ പിന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹസ്ബൻഡ് ഇനി അങ്ങോട്ടേക്ക് വരില്ല, ജോർദാൻ്റെ ബോർഡറിലേക്ക് അവർക്ക് കിടക്കണ്ടെങ്കിൽ റീ എൻട്രി അടിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോവുക ഒരു ടാക്സി ഡ്രൈവറാന്ന് കേട്ടോ. അപ്പോൾ അവരെ വണ്ടിയിലായിരിക്കും നമ്മളിനി കൊണ്ടുപോവുക. അപ്പോൾ നമ്മളിത് അവർ പറഞ്ഞ ഒരു പിന്നെ പെട്രോൾ പമ്പിലെത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ അവരെ വണ്ടിയിലാണ് കൊണ്ടുപോവുക. അപ്പോൾ അയാൾ നമ്മൾ കയറുമ്പം തന്നെ നമ്മളെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ അയാളെ വണ്ടി ചാർജ് 500 റിയാലാണ്. നമ്മൾ ഇവിടുന്ന് ജോർദാനിലെ ബോർഡിലേക്ക് കൊണ്ടുപോകുന്നത് വണ്ടീൻ്റെ പൈസ 500 റിയാലും പിന്നെ ഒരാൾക്ക് ഒരു 1 പേഴ്സണിന് വിസക്ക് ഓണറേബിൾ വിസ വേണമല്ലോ, നമുക്ക് ജോർദാനിലേക്ക് കിടക്കുമ്പോൾ വിസ വേണം, അതിന് 70 റിയാലെങ്ങാനും 1 പേഴ്സണിന് ആവുന്നുണ്ട്. അതും എല്ലാം അടക്കം അയാൾ വാങ്ങിക്കും കേട്ടോ. പിന്നെ നമ്മൾ 3 ഫാമിലി ഉള്ളതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജോർദാൻ്റെ ബോർഡറിൽ എത്തി കേട്ടോ. നമ്മളോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല, ഓൺലി പാസ്പോർട്ട് മാത്രം. പിന്നെ നമ്മളെ വിസ വാലിഡ് ആയിരിക്കണം, നമ്മളെ വിസയിൽ ഡേറ്റ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ എല്ലാ ടാക്സിക്കാരും ഇതുപോലെയുള്ള ഒരേ റേറ്റ് അല്ല കേട്ടോ. അവിടെയുള്ള എല്ലാ ടാക്സിക്കാർക്കും ഒരേ റേറ്റ് ഒന്നും അല്ല. പെട്ടെന്ന് വരുന്നവർക്കൊക്കെ നല്ല എമൗണ്ട് തന്നെ അവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുമ്പേ പരിചയപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ആകെ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ പിന്നെ നമ്മളെ പാസ്പോർട്ടും മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ ജോർദാൻ്റെ ബോർഡറിലാണ് ടൈപ്പ് ഉള്ളത്. അപ്പോൾ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ നമ്മളെയും ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, അവർ അകത്തേക്ക് കയറ്റിയിട്ട് നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ വിസയൊക്കെ റിന്യൂ ആയിട്ട് നമ്മൾ തിരിച്ചു കടന്നിട്ടുണ്ട്. സൗദി ബോർഡറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ സ്വന്തം വണ്ടിയും കാര്യങ്ങളും അതുപോലെ വേറെ ഫാമിലീനെയൊക്കെ കിട്ടാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ജിദ്ദയിൽ നിന്ന് എല്ലാവർക്കും ബസ് സർവീസൊക്കെ ഉണ്ട്. പിന്നെ റുവൈസയിലും അതുപോലെ തന്നെ ഷറഫിയിൽ നിന്നൊക്കെ ബസ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് എമൗണ്ട് കൂടുതലാണ്. പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലെ സ്വന്തം വണ്ടിയിൽ വരുന്നത് തന്നെയായിരിക്കും. ഒരു 2 ഫാമിലിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ വന്ന് പോകുന്നതും അതുപോലെ തന്നെ എക്സ്പെൻസീവും കുറവാണ്. അപ്പോൾ ഇങ്ങനെ വരാൻ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ബസ്സിൽ വരുന്നതിനേക്കാളും. കാരണം ബസ്സിൽ അവർക്ക് ചെറിയ മക്കൾക്ക് പോലും ഒട്ടും പൈസ കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഒരേ റേറ്റ് തന്നെയാണ്. നമ്മൾ ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോയിട്ടുള്ളത് മെയ് 27 കേട്ടോ. മെയ് 27 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ പുതുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റൂം എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ റൂമിൽ വന്നിട്ടുണ്ട്. ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാളെ പോകാമെന്നുള്ള എനിക്ക് ഒരു റൂം എടുത്തിട്ടുണ്ടായിന്. അടിപൊളിയാണ് കേട്ടോ. ഒരു ഫാമിലി നിന്നിട്ടുള്ള റൂം തന്നെയാണ്. ഇപ്പം അവരില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഉറങ്ങലും ഫുഡ് കഴിക്കലും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതാ പിന്നെ രാവിലെ സുബിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ജിദ്ദയിലേക്ക് പോകാൻ വേണ്ടി നോക്കലാന്ന്. അപ്പം ഇനി പോണ വഴിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കയറാനുണ്ട്. അങ്ങനെ നമ്മളിതാ വണ്ടിയിലേക്ക് കയറുന്നതാണ്. പിന്നെ നമ്മൾ പോയ ടാക്സി ഡ്രൈവറുടെ നമ്പറും അതുപോലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണ്ടുന്നവർ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ തരാം. പിന്നെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ, വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുക. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ വിസയൊക്കെ റിന്യൂ ആക്കിയിട്ട് നമ്മൾ ജിദ്ദയിലേക്ക് തന്നെ തിരിച്ചു പോകലാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്നിട്ടില്ല നമ്മളെ കൂടെ വന്ന ഫാമിലിയിലുള്ള ഒരാളെ മോളാന്ന് കേട്ടോ. ഹിബ മോൾ എന്നാണ് അവളെ പേര്. അപ്പോൾ ഓളെ എൻ്റെ മോനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഓളെ കൂടെ ഇരിക്കാനും ഓളെ കൂടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓള് ബാക്കിലായിരിക്കുന്നുണ്ടെങ്കിൽ ഓളെ കൂടെ ഇരിക്കാൻ വേണ്ടി നല്ല വാശി തന്നെയായിരുന്നു. ഇനി ഞാൻ കാണിക്കുന്നതാണ് ചാവുകടൽ. ഡെഡ് സീ എന്നറിയപ്പെടുന്ന ഈ ചാവുകടലാണ് കേട്ടോ ഇത്. അപ്പോൾ ചാവുകടലിന് ഒരുപാട് സവിശേഷതകളുണ്ട് കേട്ടോ. എനിക്ക് നല്ലോണമൊന്നും അറിയില്ല, എങ്കിലും അറിയുന്നത് പോലെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കടലിൽ മറ്റുള്ള കടലിനെ അപേക്ഷിച്ചിട്ട് 7 ഇരട്ടിയോളാണ് ഉപ്പിൻ്റെ അളവ്. മാത്രമല്ല ഈ കടലിൽ ഒരു ജീവനും നിലനിൽക്കില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് കേട്ടോ. ഈ ഒരു ലവണത്തിൻ്റെ അളവ് കൂടുതലായത് കാരണം തന്നെയാണ് ഇതിലൊരു ജീവനും നിലനിൽക്കാത്തത്. കടലിൽ നിന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത് ജോർദാനും അതുപോലെ ഇസ്രായേലും അടങ്ങുന്ന ഒരു പ്രദേശത്തെ ഒരു വലിയ തടാകമാണ് കേട്ടോ. ഇതിനെക്കുറിച്ചിട്ട് ഖുറാനിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുറാനിലൊക്കെ വരുന്ന ഒരു വലിയൊരു ചരിത്ര സംബന്ധമായിട്ടുള്ള ഒരു തടാകം കൂടിയാണ്. അപ്പോൾ അതൊന്നും ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഇതാ നമ്മളിങ്ങനെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന
ഇനി നമ്മൾ പോകുന്നത് ഒരുപാട് ചരിത്ര സംബന്ധമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ മൂസാ നബിൻ്റെ കിണർ എന്നറിയപ്പെടുന്ന വേറെ മൂസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് ഒരു സക്കാഫിയനൂട്ട. ഒരു പറഞ്ഞു തന്നൊരു ചരിത്രം ഞാൻ ഷോർട്ടാക്കിയിട്ട് പറയാം. മൂസാ നബി അലൈഹി ഇസ്ലാം ഫിറോന്റെ അടുക്കുന്ന രക്ഷ തേടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഥലത്തെത്തുന്നത്. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ വെള്ളത്തിന് വേണ്ടിയിട്ട് തിക്കും തിരക്കും കൂട്ടുന്നതായിട്ട് കണ്ടു. അപ്പോൾ 2 പെൺകുട്ടികൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു, ഇവിടുന്ന് ആ കിണറിൽ തിക്കും തിരക്കും കൂട്ടിയതിന് വെള്ളമെടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയത് കാരണം ഉടമസ്ഥൻ ആ കിണർ അടച്ചു കളഞ്ഞു, പാറക്കല്ല് വെച്ചിട്ട് അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ആ പാറക്കല്ലുകൾ മാറ്റുകയും അവർക്ക് വെള്ളം കോരിക്കൊടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം അതാണ് ഈ ഒരു ചരിത്രം. പിന്നെ അവിടുന്ന് കുറച്ച് ഇപ്പറായിട്ട് തന്നെയാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്. അപ്പോൾ ഇനി നമ്മൾ അവിടത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഈ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീടൊക്കെ ഉള്ള സ്ഥലത്തിനാണ് മദൈൻ ഷുഐബ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ മൂസാ നബിന്റെ കിണറ് കാണിച്ചതിൽ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ല കേട്ടോ. അത് ഇപ്പോൾ മൊത്തത്തിലൊന്ന് ഗേറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കിണറ് കണ്ടിട്ടില്ലേ, ആളിന് കുറച്ച് ഡ്രൈവ് ചെയ്ത് വരാനേ ഉള്ളൂ. പിന്നെ ഇവിടെ മൊത്തം ഭയങ്കര മലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ മേലെയിലാണ് അവർ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് കാണാനുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തതാണെന്ന് തോന്നുന്നു, ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ അപ്പോൾ അവരെ കയ്യിൽ ആയുധങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു മല തുറന്നിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിനും ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കിണർ കണ്ടിട്ടില്ലേ, അപ്പോൾ ആടുന്ന് പിന്നെ 2 പെൺകുട്ടികൾ വെള്ളമെടുക്കാൻ നിന്നൊരു ചരിത്രം ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ 2 പെൺകുട്ടികളായിരുന്നു ഈ ഷുഐബ് നബിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും വെള്ളം എടുത്തിട്ട് എല്ലാ ദിവസവും വരുന്നതിനേക്കാളും വേഗത്തിലെത്തിയപ്പോൾ അപ്പോൾ ഷുഐബ് നബി ചോദിച്ച്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് വെള്ളം കിട്ടിയെന്ന്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഷുഐബ് നബിനോട് വിവരിച്ചപ്പോൾ ഷുഐബ് നബി പറഞ്ഞിട്ടുണ്ടായി, പിന്നെ നീ ഈ മക്കളോട് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് അവരയച്ച്. അപ്പോൾ അവരവിടെ പോയിട്ട് മൂസാ നബീനെ കൂട്ടിയിട്ട് വരികയും പിന്നെ മൂസാ നബീനെ ഷുഐബ് നബിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ഷുഐബ് നബി പ്രായമായിട്ട് കടന്നിട്ടേനും ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന് വിവാഹം ചെയ്തു കൊടുക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഷുഐബ് നബിൻ്റെ മകളെയാണ് മൂസാ നബി വിവാഹം ചെയ്തിട്ടുള്ളതെന്നാണ് ചരിത്രം. അപ്പോൾ ഈ ഒരു റൂമും കാര്യങ്ങളെല്ലാം നോക്കിയാട്ടെ ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ഖബറിൻ്റെ ഒക്കെ രൂപത്തിലേനു കേട്ടോ ഓരോ റൂം. നമ്മളൊക്കെ എത്ര സൗകര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് ശരിക്കും ഭയങ്കര അത്ഭുതം തന്നെയാണ്. പിന്നെ എല്ലാ റൂമും കാണിച്ചു തരാനും ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ ഉള്ള ക്ലിയറിൽ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ഇവിടെ കുറേ റൂമും കാര്യങ്ങളും ആയിട്ട് ഒരുപാട് ഇങ്ങനെ ഗുഹ പോലെയുള്ള ഇതങ്ങനെ കുനിഞ്ഞ് കയറണം അങ്ങനെയുള്ള വീടുകളാണ്, ചെറിയ ചെറിയ വീടുകളായിട്ട് ഇതുപോലെയാണ് റൂമും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ കേട്ടോ. ഈ ഒരു മദൈൻ ഷുഐബ് എന്നറിയപ്പെടുന്ന ഈ ഷുഐബ് നബിൻ്റെ വീടിന് ഒരുപാട് വലിയ ചരിത്രം ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തിന് വലിയൊരു ചരിത്രം ഉണ്ട്. അതൊന്നും എനിക്ക് അതുപോലെ പറഞ്ഞു തരാനൊന്നും അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞതാണ്. ഭയങ്കര വെയിൽ, പിന്നെ അങ്ങോട്ടേക്ക് കയറി നമ്മളിപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തുമ്പോൾ. പിന്നെ ഭയങ്കര ഈ വെയില കയറിയിട്ട് ഈ വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വേറെ തന്നെ ഒരു ഇതേനു, എന്താ വെച്ചാൽ ഭയങ്കര ഒരു തണുപ്പ് പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അത്ര വലിയ ചൂട് തോന്നാണ്ട്, കാരണം ഈ ഇങ്ങനെ മല തുറന്നിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണോ എല്ലാം ചെങ്കല്ലോ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ എനിക്കറിയുന്ന ആ ഓടി പറഞ്ഞ ആ ഒരു ചരിത്രം വെച്ച് പറഞ്ഞതാണ് കേട്ടോ. ഈ വീടുകളൊക്കെ നോക്കിയാട്ടെ ഭയങ്കര അത്ഭുതം തന്നെയാണ്. റൂമും കാര്യങ്ങളൊക്കെ നോക്കിയാൽ റൂമുകളും ഓരോ ആൾക്ക് കിടക്കാനുള്ള സൗകര്യത്തിന് പിന്നെ അവർ നിലത്തൊക്കെ കിടക്കുന്ന ഒരു ഇതൊക്കെ നോക്കിയാട്ടെ ഭയങ്കര അത്ഭുതം തന്നെയാണ്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് ഇതാ തിരിച്ചിറങ്ങലാണ്. കുറച്ച് ടൈം ഇവിടെ ഉണ്ടായിന്. പിന്നെ ഇവിടെ അവർ ഓരോ ബോർഡിലും ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കയറിയ ആ വീടിൻ്റെയൊക്കെ ഉള്ളിൽ എത്രയോ ഖബറുണ്ടെന്നും പറയുന്നുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചരിത്രങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ. ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ ആ വീടെല്ലാം. പിന്നെ ഇത് നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു പോകലാണ്.
ഇനി നമ്മൾ പിന്നെ വേറെ എവിടെയും കയറാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ എവിടെ ഇറങ്ങാനൊന്നും അങ്ങനെ നിന്നിട്ടില്ല. മാറി മാറി ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ഷിമർക്കാൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടെ ഉണ്ടായിന്. ഇപ്പോൾ ഓരും ഷിമർക്കയും കൂടി മാറി മാറിയിട്ട് ഒരുപോലെ ഡ്രൈവ് ചെയ്തിട്ട് പോകാമെന്നുണ്ടായേ. അതുകൊണ്ട് വലിയ മടുപ്പൊന്നും തോന്നിയിട്ടില്ല. മാറി മാറി ഡ്രൈവ് ചെയ്യാൻ ആളുള്ളതുകൊണ്ട് ഇത്ര ലോങ് വന്നതായിട്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും അവർക്കും ഉണ്ടായിട്ടില്ല. എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ടിതാ നല്ല അടിപൊളിയായിട്ടുള്ള ജോളിയായിട്ടുള്ള ഒരു ട്രിപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ജിദ്ദയിലേക്ക് തന്നെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ജിദ്ദയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ് വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു കുറച്ച് ഹാപ്പിനെസ് ഒക്കെ ഷെയർ ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ടാക്സി ഡ്രൈവറെ നമ്പറോ അതുപോലെ തന്നെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വ്ളോഗോ അതല്ലെങ്കിൽ റെസിപ്പി വീഡിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.